ക്യാഷ് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഇൻകം ടാക്സ് ആക്റ്റിലുണ്ട്. അത് നമ്മളുടെ ഒരു ബെനഫിറ്റ് നഷ്ടപ്പെടുന്നതാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ അഡീഷണൽ ആയിട്ട് ടാക്സ് അല്ലെങ്കിൽ പെനാൽറ്റി അടക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാകാം, അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് ചില പ്രശ്നങ്ങളാകാം. ഇതറിയാതെ ഈ ക്യാഷായിട്ട് പേയ്മെൻറ്റ് കൊടുക്കുകയോ അല്ലെങ്കിൽ ക്യാഷായിട്ട് വാങ്ങുകയോ ചെയ്ത് പലരും പ്രശ്നങ്ങളിൽ പെടാറുണ്ട്. ഇത്തരത്തിലുള്ള 25 പരം റെസ്ട്രിക്ഷൻസിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും ആസ്ക് അമൽജിത്ത് എന്ന എൻ്റെ ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ക്യാഷ് മുഖേനയുള്ള ട്രാൻസാക്ഷൻസിന് ഇൻകം ടാക്സ് ആക്റ്റിൽ 25 പരം റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമുക്കവ ഓരോന്നായി മനസ്സിലാക്കാം. ആദ്യത്തേത് സെക്ഷൻ 40A സബ്സെക്ഷൻ 3യിൽ പറയുന്ന റെസ്ട്രിക്ഷനാണ്. ഒരു ബിസിനസ് സ്ഥാപനത്തിന് ലാഭം കണക്കാക്കുന്നത് എങ്ങനെയാണ്? വരുമാനത്തിൽ നിന്നും ചെലവുകൾ കുറച്ചിട്ട് ബാലൻസ് വരുന്നതാണ് ലാഭം. അതിനാണ് ടാക്സ് അടക്കുന്നത്. ഈ റെസ്ട്രിക്ഷനിൽ പറയുന്നത്, അതായത് ഈ സെക്ഷൻ 40A സബ്സെക്ഷൻ 3യിൽ പറയുന്നത്, ഒരു ബിസിനസ് സ്ഥാപനം അതിൻ്റെ ചെലവിന് വേണ്ടി ഒരു ദിവസം ഒരു വ്യക്തിക്ക് ആകെ കൊടുക്കുന്ന തുക 10,000 മുകളിലാണെങ്കിൽ, 10,000 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ക്യാഷ് ആയിട്ട് കൊടുക്കാൻ പാടില്ല എന്നാണ്. ഉദാഹരണത്തിന്, ഒരു ബിസിനസ് സ്ഥാപനം ഒരു ബിൽഡിംഗ് വാടകയ്ക്ക് എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. വാടക 20,000 രൂപയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അത് ബിസിനസ്സിന് വേണ്ടിയുള്ള ഒരു ചെലവായിട്ട് കണക്കാക്കാൻ കഴിയില്ല. തന്മൂലം ലാഭം കൂടുകയും ആ കൂടിയ ലാഭത്തിനും കൂടി ടാക്സ് അടക്കേണ്ടി വരികയും ചെയ്യുന്നു. ഇതാണ് സെക്ഷൻ 40A സബ്സെക്ഷൻ 3യിലുള്ള റെസ്ട്രിക്ഷൻ. ചരക്ക് വാഹനങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്ന ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ 10,000 രൂപ എന്നതിന് പകരം 35,000 രൂപ വരെ ക്യാഷ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ ചില സാഹചര്യങ്ങളിൽ ക്യാഷ് ആയിട്ട് 10,000 രൂപയ്ക്ക് മുകളിൽ കൊടുക്കാൻ പറ്റും. അത് റൂൾ 6DDയിൽ പറയുന്നുണ്ട്. ഒരു കാര്യം കൂടി, 10,000 രൂപ എന്ന് പറയുമ്പോൾ അത് ഒരു ദിവസം ഒരു വ്യക്തിക്ക് കൊടുത്ത ആകെ തുകയാണ്. അപ്പോൾ 1, 2, 3 തവണയായി ഒരു ദിവസം ഒരു വ്യക്തി കൊടുത്താലും അത് 10,000 രൂപയ്ക്ക് മുകളിലായാൽ ഈ സെക്ഷൻ പ്രകാരം അത് ചെലവായിട്ട് കണക്കാക്കാൻ കഴിയില്ല. രണ്ടാമത്തെ റെസ്ട്രിക്ഷൻ സെക്ഷൻ 40A സബ്സെക്ഷൻ 3Aയിലുള്ളതാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത 40A സബ്സെക്ഷൻ 3യിലുള്ള റെസ്ട്രിക്ഷനായിട്ട് സിമിലർ ആണിത്. ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. 40A3യിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു പേയ്മെൻറ്റ്, അതായത് ഒരു ചെലവിന് വേണ്ടി പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ അത് 10,000 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ അത് ചെലവായിട്ട് കണക്കാക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി അത്തരം ഒരു സാഹചര്യത്തിൽ പേയ്മെൻറ്റ് കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കുക. ചെലവ് വന്നു, പക്ഷേ പേയ്മെൻറ്റ് കൊടുത്തിട്ടില്ല. ഉദാഹരണത്തിന്, മാർച്ചിലെ വാടക കൊടുക്കുന്നത് ഏപ്രിൽ 10-നാണെന്ന് വിചാരിക്കുക. അത് മാർച്ചിലെ ചെലവായിട്ട് കണക്കാക്കും. അത് ആ മാർച്ച് 31-ന് മുൻപ് പേ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതൊരു ലയബിലിറ്റി ആയിട്ട് നമ്മുടെ ബാലൻസ് ഷീറ്റിലും ഉണ്ടാവും. ഇനി ഇൻകം ടാക്സിന് വേണ്ടി കണക്ക് നോക്കുമ്പോൾ ഈ ഒരു മാർച്ചിലെ തുക ക്യാഷ് ആയിട്ട് കൊടുത്തു എന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് അത് ചെലവായിട്ട് നമുക്ക് കിട്ടും. ഇനി അടുത്ത വർഷത്തിൽ ഇത് ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഈ കൊടുക്കുന്ന തുക ആ വർഷത്തിലെ വരുമാനമായിട്ട് കണക്കാക്കണം. ഇതാണ് സബ്സെക്ഷൻ 3Aയിലുള്ളത്. ഇതിന് കാരണം എന്താണ്? ഇതിന് മുൻപത്തെ വർഷത്തിൽ ഈ ഒരു ചെലവ് വന്നു, ഇതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കാത്തത് കൊണ്ട് ക്യാഷ് ആയിട്ടാണോ അല്ലയോ എന്നറിയില്ല. അതുകൊണ്ട് അത് അനുവദിച്ചു തന്നു. അടുത്ത വർഷത്തിൽ ഇത് ക്യാഷ് ആയിട്ട് കൊടുത്തു എന്ന് വെച്ചാൽ ഇതിന് മുൻപത്തെ വർഷത്തിൽ അത് അനുവദിക്കാൻ പാടുള്ളതല്ല. അതുകൊണ്ട് ഈ രണ്ടാമത്തെ വർഷത്തിൽ ഇത് വരുമാനമായിട്ട് കണക്കാക്കി അതിനുകൂടി ടാക്സ് അടക്കേണ്ടി വരും. ഇതാണ് സെക്ഷൻ 40A സബ്സെക്ഷൻ 3Aയിലുള്ള റെസ്ട്രിക്ഷൻ. ഒരു ബിസിനസ് സ്ഥാപനം അവിടുത്തെ എംപ്ലോയീസിന് വേണ്ടി ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രീമിയത്തിനുള്ള ഡിഡക്ഷനാണ് സെക്ഷൻ 36 സബ്സെക്ഷൻ 1 ക്ലോസ് IBയിലുള്ളത്. അതിനുള്ള റെസ്ട്രിക്ഷൻ ഇതാണ്: ഈ ഇൻഷുറൻസ് പ്രീമിയം അടക്കുന്നത്
ക്യാഷ് ആയിട്ടാണെങ്കിൽ ഈ ഒരു ഡിഡക്ഷന് എലിജിബിലിറ്റി ഇല്ല. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ സെക്ഷനിൽ ക്യാഷ് എമൗണ്ടിൻ്റെ ലിമിറ്റ് പറയുന്നില്ല. അതായത് ചെറിയ എമൗണ്ട് ആണെങ്കിൽ കൂടി ക്യാഷ് ആയിട്ടാണ് പേയ്മെൻ്റ് എങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം അടച്ചതിൻ്റെ ഡിഡക്ഷൻ ഈ സെക്ഷൻ പ്രകാരം കിട്ടില്ല. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ലാഭം കണക്കാക്കുമ്പോൾ അതിൻ്റെ വരുമാനത്തിൽ നിന്ന് അതിനു വേണ്ടി വന്ന റവന്യൂ എക്സ്പെൻഡിച്ചറുകളാണ് നമ്മൾ കുറക്കുന്നത്. ഫിക്സഡ് അസറ്റ് പോലെയുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുകൾ നമുക്ക് കുറക്കാൻ സാധിക്കില്ല. ഇത്തരം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ ഡിപ്രിസിയേഷനാണ് ഓരോ വർഷങ്ങളിലായിട്ട് നമുക്ക് കുറക്കാൻ കഴിയുക. ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ 35 AD പ്രകാരം ചില ബിസിനസ്സുകൾക്ക് അവരുടെ ആദ്യ വർഷത്തിലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുകൾ ഈ ലാഭം കാണുമ്പോൾ വരുമാനത്തിൽ നിന്ന് കുറക്കാൻ സാധിക്കും. ഏതൊക്കെ ബിസിനസ്സുകൾക്കാണ് ഈ എലിജിബിലിറ്റി ഉള്ളത് എന്ന് ഈ സെക്ഷനിൽ തന്നെ പറയുന്നുണ്ട്. ഉദാഹരണത്തിന് വെയർ ഹൗസിംഗ് ശൃംഖലകൾ, അതുപോലെ ഗ്യാസ് അല്ലെങ്കിൽ ഓയിൽ പൈപ്പ് ലൈനുകൾ, 100 ബെഡിൽ കൂടുതൽ കപ്പാസിറ്റിയുള്ള ഹോസ്പിറ്റലുകൾ, 2 സ്റ്റാറിന് മുകളിലുള്ള ഹോട്ടലുകൾ, തേൻ അല്ലെങ്കിൽ ഹണി വാക്സ് ഉൽപ്പാദിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഫെർട്ടിലൈസേഴ്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥാപനം, ഇങ്ങനെ ആ സെക്ഷനിൽ പറയുന്ന ആ ബിസിനസ് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് ആദ്യത്തെ വർഷത്തിലാണ് ഈ ഒരു ഡിഡക്ഷൻ ഉള്ളത്. ഇനി ഇതിൽ ക്യാഷിന് എന്താണ് റെസ്ട്രിക്ഷൻ? ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പേ ചെയ്യുമ്പോൾ 10,000 മുകളിൽ ക്യാഷ് ആയിട്ടാണ് കൊടുത്തതെങ്കിൽ ആ എമൗണ്ടിന് ഈ ഡിഡക്ഷൻ ബാധകമല്ല. അതായത് 10,000 രൂപയ്ക്ക് മുകളിൽ വരുന്ന ഇത്തരം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുകൾ ക്യാഷ് പേയ്മെൻ്റ് ആണ് നടത്തിയെങ്കിൽ ഈ 35 AD എന്ന് പറയുന്ന സെക്ഷൻ പ്രകാരമുള്ള ഡിഡക്ഷന് എലിജിബിലിറ്റി ഉണ്ടായിരിക്കുന്നതല്ല. ഒരു ബിസിനസ് സ്ഥാപനത്തിന് വരുന്ന ചെലവുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഡിപ്രിസിയേഷൻ അഥവാ തേയ്മാനം. ഫർണിച്ചർ, കമ്പ്യൂട്ടർ, ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, വെഹിക്കിൾ തുടങ്ങിയ ഫിക്സഡ് അസറ്റുകൾ വാങ്ങിക്കുമ്പോൾ അവയുടെ ഡിപ്രിസിയേഷനാണ് ചെലവായിട്ട് നമുക്ക് ഓരോ വർഷത്തിലും കുറയ്ക്കാൻ കഴിയുക. ഈ ഡിപ്രിസിയേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങൾ സെക്ഷൻ 32 പറയുന്നത്. ഈ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ ഫിക്സഡ് അസറ്റിൻ്റെ ആക്ച്വൽ കോസ്റ്റിലാണ്. ഈ ആക്ച്വൽ കോസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് സെക്ഷൻ 43 സബ്സെക്ഷൻ 1 പറയുന്നത്. അവിടെയാണ് ഈ ഒരു ക്യാഷിൻ്റെ റെസ്ട്രിക്ഷനും പറയുന്നത്. ഒരു ഫിക്സഡ് അസറ്റ് സ്വന്തമാക്കുവാൻ വേണ്ടി കൊടുക്കുന്ന പേയ്മെൻറ്റ് 10,000 രൂപയ്ക്ക് മുകളിൽ ക്യാഷ് ആയിട്ട് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ 10,000 രൂപയ്ക്ക് മുകളിൽ ഒരു ഫിക്സഡ് അസറ്റ് സ്വന്തമാക്കുവാൻ വേണ്ടി ക്യാഷ് ആയിട്ട് കൊടുത്താൽ അത് അതിൻ്റെ ആക്ച്വൽ കോസ്റ്റായിട്ട് കണക്കാക്കില്ല. ഉദാഹരണത്തിന് ഒരു ഫർണിച്ചർ വാങ്ങിക്കുവാൻ വേണ്ടി ഞാനൊരു 30,000 രൂപ ക്യാഷ് ആയിട്ട് കൊടുത്തു എന്ന് വിചാരിക്കുക. ആ 30,000 രൂപ ആ ഫർണിച്ചറിൻ്റെ ആക്ച്വൽ കോസ്റ്റായിട്ട് കണക്കാക്കില്ല. തന്മൂലം ആ ഫർണിച്ചറിൻ്റെ ആക്ച്വൽ കോസ്റ്റ് 0 ആയിരിക്കും. അതിൻ്റെ ഡിപ്രിസിയേഷനും 0 ആയിരിക്കും. ഇതാണ് സെക്ഷൻ 43 സബ്സെക്ഷൻ 1 ക്യാഷ് ട്രാൻസാക്ഷനുള്ള റെസ്ട്രിക്ഷൻ. മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ പ്രീമിയം അടച്ചത് സീനിയർ സിറ്റിസന്റെ മെഡിക്കൽ എക്സ്പെൻസുകൾ, അതുപോലെ പ്രിവെന്റീവ് ഹെൽത്ത് ചെക്കപ്പിന് വേണ്ടി വന്ന ചെലവ്, ഇവ സെക്ഷൻ 80D പ്രകാരം ഡിഡക്ഷൻ ആയിട്ട് ഇൻഡിവിജ്വൽസിന് ക്ലെയിം ചെയ്യാവുന്നതാണ്. സെക്ഷൻ 80Dയിൽ ക്യാഷ് ട്രാൻസാക്ഷന് എന്താണ് റെസ്ട്രിക്ഷൻ ഉള്ളതെന്ന് നോക്കാം. മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ പ്രീമിയം അടച്ചതും മെഡിക്കൽ എക്സ്പെൻസുകളും ക്യാഷ് പേയ്മെൻ്റ് ആണെങ്കിൽ ഈ ഡിഡക്ഷന് എലിജിബിലിറ്റി ഇല്ല. പ്രിവെന്റീവ് ഹെൽത്ത് ചെക്കപ്പിന് വേണ്ടിയുള്ള പേയ്മെൻറ്റ് ക്യാഷ് ആയിട്ടാണെങ്കിലും ഡിഡക്ഷൻ എലിജിബിലിറ്റി ഉണ്ട്. സെക്ഷൻ 80Gയിൽ പറയുന്ന ചില ഫണ്ടുകൾ, അതുപോലെ ചാരിറ്റബിൾ ട്രസ്റ്റുകൾ, ഇവയിലേക്ക് കൊടുക്കുന്ന ഡൊണേഷൻസിന് സെക്ഷൻ 80G പ്രകാരം ഡിഡക്ഷന് എലിജിബിലിറ്റി ഉണ്ട്. 2,000 രൂപയ്ക്ക് മുകളിലുള്ള ഡൊണേഷൻ ക്യാഷ് ആയിട്ടാണ് കൊടുത്തതെങ്കിൽ അതിന് ഈ എലിജിബിലിറ്റി ഉണ്ടാവില്ല. അതായത് ഒരു 10,000 രൂപ ഡൊണേഷൻ നൽകിയത് ക്യാഷ് ആയിട്ടാണെങ്കിൽ ആ എമൗണ്ടിന് ഈ സെക്ഷൻ പ്രകാരമുള്ള ഡിഡക്ഷന് എലിജിബിലിറ്റി ഇല്ല.
സയന്റിഫിക് റിസർച്ച് അല്ലെങ്കിൽ റൂറൽ ഡെവലപ്മെന്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനുകൾ, കോളേജുകൾ, യൂണിവേഴ്സിറ്റികൾ തുടങ്ങിയവയിലേക്ക് ഡൊണേഷൻ നൽകിയാൽ സെക്ഷൻ 80GGA പ്രകാരം ഡിഡക്ഷന് എലിജിബിലിറ്റി ഉണ്ട്. എന്നാൽ 2000 റുപ്പീസ്, അതായത് 2000 രൂപയ്ക്ക് മുകളിൽ ഉള്ള ഡൊണേഷൻ ക്യാഷ് ആയിട്ടാണ് നൽകുന്നതെങ്കിൽ ഈ ഡിഡക്ഷന്റെ എലിജിബിലിറ്റി നഷ്ടപ്പെടുന്നതാണ്. കമ്പനികൾ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് കൊടുക്കുന്ന ഡൊണേഷൻസിന് സെക്ഷൻ 80GGB പ്രകാരം ഡിഡക്ഷന് എലിജിബിലിറ്റി ഉണ്ട്. എന്നാൽ 2000 രൂപയ്ക്ക് മുകളിലുള്ള ഡൊണേഷൻസ് ക്യാഷ് ആയിട്ടാണ് നൽകുന്നതെങ്കിൽ ഈ ഡിഡക്ഷനുള്ള എലിജിബിലിറ്റി നഷ്ടപ്പെടും. കമ്പനി അല്ലാത്ത മറ്റ് സ്ഥാപനങ്ങൾ, അതുപോലെ വ്യക്തികൾ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് നൽകുന്ന ഡൊണേഷൻസിന് സെക്ഷൻ 80GGC പ്രകാരം ഡിഡക്ഷന് എലിജിബിലിറ്റി ഉണ്ട്. എന്നാൽ 2000 രൂപയ്ക്ക് മുകളിലുള്ള ഡൊണേഷൻ ക്യാഷ് ആയിട്ടാണ് നൽകുന്നതെങ്കിൽ ഈ ഡിഡക്ഷന്റെ എലിജിബിലിറ്റി നഷ്ടപ്പെടും. സെക്ഷൻ 44AB പ്രകാരം ഒരു സ്ഥാപനത്തിന്റെ വിറ്റുവരവ് 1 കോടി രൂപയ്ക്ക് മുകളിലാണെങ്കിൽ നിർബന്ധമായും ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് വഴി അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്ത് ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തു കഴിഞ്ഞാൽ 10 കോടി വരെ ഈ ഓഡിറ്റ് ആവശ്യമില്ല. ഈ 2 കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, ആ സ്ഥാപനത്തിന്റെ മൊത്തം വരവിന്റെ 5% താഴെയായിരിക്കണം ക്യാഷ് ആയിട്ടുള്ള വരവ്. 2, ആ സ്ഥാപനത്തിന്റെ മൊത്തം ചെലവിന്റെ 5% താഴെയായിരിക്കണം ക്യാഷ് ആയിട്ടുള്ള ചെലവുകൾ. ഒരു സ്ഥാപനത്തിന് അവരുടെ ക്യാഷ് ആയിട്ടുള്ള വരവും ചെലവും 5% താഴെയായിട്ട് നിലനിർത്താൻ കഴിഞ്ഞാൽ 10 കോടി രൂപ വിറ്റുവരവ് വരെ ഈ ഓഡിറ്റ് ബാധകമല്ല. ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഫേം നടത്തുന്ന ഒരു സ്ഥാപനത്തിന്റെ വിറ്റുവരവ് 2 കോടി രൂപയിൽ താഴെയാണെങ്കിൽ സെക്ഷൻ 44AD പ്രകാരം പ്രിസംപ്റ്റീവ് ടാക്സേഷന് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ആകെയുള്ള വരുമാനത്തിന്റെ നിശ്ചിത ശതമാനം അതിൽ നിന്നുള്ള ലാഭമാണ് എന്ന് കണക്കാക്കി അതിനുള്ള ടാക്സ് അടക്കുന്നതാണ് പ്രിസംപ്റ്റീവ് ടാക്സേഷൻ. ഈ സെക്ഷനിൽ ക്യാഷ് ട്രാൻസാക്ഷൻ മൂലം നമുക്ക് നഷ്ടപ്പെടുന്ന ബെനഫിറ്റ് എന്താണെന്ന് നോക്കാം. സെക്ഷൻ 44AD പ്രകാരം ആകെ വരവിന്റെ 8% ലാഭമായി കണക്കാക്കുന്നത്. ഇനി ഈ 8% എന്നുള്ളത് ക്യാഷ് ആയിട്ടാണെങ്കിലാണ്. ക്യാഷ് അല്ലാത്ത മറ്റു രീതിയിലുള്ള വരവുകളാണെങ്കിൽ 6% ലാഭമായിട്ട് കണക്കാക്കുകയുള്ളൂ. അതായത് വരവ് ക്യാഷ് ആയിട്ടാണെങ്കിൽ എൻ്റെ ലാഭം 2% കൂടുതലായിട്ട് കണക്കാക്കേണ്ടി വരും. അതിനുള്ള ടാക്സ് ഞാൻ കൂടുതലായിട്ട് അടക്കേണ്ടി വരും. ഇത് ബാധകമാവുന്നത് സെക്ഷൻ 44ADയിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ബിസിനസ്സുകൾക്കാണ്. കമ്മീഷൻ ഏജൻസ്, അതുപോലെ സർവീസ് ഇൻഡസ്ട്രിക്ക് ഈ സെക്ഷൻ ബാധകമല്ല. ബിസിനസ്സിൽ നിന്നുള്ള ഇൻകം പ്രിസംപ്റ്റീവായിട്ട് 44AD എന്ന സെക്ഷനിൽ കണക്കാക്കുന്നത് പോലെ പ്രൊഫഷണലിൽ നിന്നുള്ള ഇൻകം പ്രിസംപ്റ്റീവായിട്ട് കണക്കാക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 44ADA. സെക്ഷൻ 44ADA പ്രകാരം ആകെ വരവിന്റെ 50% ലാഭമായിട്ട് കണക്കാക്കുന്നത്. ഡോക്ടർ, അഡ്വക്കേറ്റ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് തുടങ്ങി ആ സെക്ഷനിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള പ്രൊഫഷണലുകൾക്കാണ് ഈ സെക്ഷൻ ഉപയോഗിച്ച് പ്രിസംപ്റ്റീവായിട്ട് ലാഭം കണക്കാക്കി ടാക്സ് അടക്കാനുള്ള ഓപ്ഷൻ ഉള്ളത്. ഗ്രോസ് റെസീറ്റ്സ് 50 ലക്ഷത്തിൽ താഴെയാണെങ്കിലാണ് 44ADA ബാധകമാവുന്നത്. ഇനി ആകെ വരവിന്റെ 5% താഴെയാണ് ക്യാഷ് ആയിട്ടുള്ള വരവെങ്കിൽ 50 ലക്ഷത്തിന് പകരം 75 ലക്ഷം വരെ 44ADA ബാധകമാണ്. അതായത് ഒരു ഡോക്ടറുടെ അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ ആകെ വരവിന്റെ 5% താഴെയാണ് ക്യാഷ് ആയിട്ടുള്ള വരവെങ്കിൽ 50 ലക്ഷത്തിന് പകരം 75 ലക്ഷം വരെ ഈ പ്രിസംപ്റ്റീവ് മെത്തേഡ് ഉപയോഗിച്ച് ലാഭം കണക്കാക്കാവുന്നതാണ്. ഒരു ബിസിനസ് സ്ഥാപനം മുൻ വർഷത്തേക്കാൾ കൂടുതൽ എംപ്ലോയീസിനെ ഈ വർഷത്തിൽ അപ്പോയിന്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു സാലറി കോസ്റ്റും മറ്റ് ബെനിഫിറ്റ്സിന്റെ കോസ്റ്റും കൂടും. ഈ ടോട്ടൽ എക്സ്പെൻഡിച്ചർ നമ്മുടെ ലാഭം കണക്കാക്കുമ്പോൾ വരുമാനത്തിൽ നിന്ന് കുറക്കാൻ സാധിക്കും.
അതിലുപരിയായി ഈ ടോട്ടൽ അഡീഷണൽ എക്സ്പെൻഡിച്ചറിൻ്റെ, അതായത് കൂടുതലായിട്ട് വന്ന എംപ്ലോയീസിൻ്റെ കോസ്റ്റിൻ്റെ 30% സെക്ഷൻ 80JJAA പ്രകാരം കുറക്കാൻ സാധിക്കും. ഈ സെക്ഷനിൽ ക്യാഷ് പേയ്മെൻറ്റിന് എന്താണ് റെസ്ട്രിക്ഷൻ എന്ന് നോക്കാം. ഈ അഡീഷണൽ എംപ്ലോയി കോസ്റ്റ് പേ ചെയ്യാൻ ക്യാഷ് ആണ് യൂസ് ചെയ്തതെങ്കിൽ, അതായത് ക്യാഷ് പേയ്മെൻ്റ് ആയിട്ടാണ് ഈ എംപ്ലോയീസിനുള്ള സാലറി അല്ലെങ്കിൽ മറ്റ് ബെനിഫിറ്റ്സ് കൊടുത്തതെങ്കിൽ ഈ ഡിഡക്ഷനുള്ള എലിജിബിലിറ്റി ഉണ്ടായിരിക്കുന്നതല്ല. ക്യാഷ് ട്രാൻസാക്ഷൻ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് 269SS. ഡെപ്പോസിറ്റ്, ലോൺ, ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ സെയിലുമായി ബന്ധപ്പെട്ട തുക ഇത് 20,000 രൂപയോ അതിൽ കൂടുതലോ ആണെങ്കിൽ ക്യാഷ് ആയിട്ട് സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് സെക്ഷൻ 269SS റെസ്ട്രിക്ഷൻ. ബാങ്ക്, ഗവൺമെൻറ്, പോസ്റ്റ് ഓഫീസ്, കോപ്പറേറ്റീവ് ബാങ്ക്, ഗവൺമെൻറ്റിനാൽ സ്ഥാപിതമായ കോർപ്പറേഷൻസുകൾ, അതുപോലെ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇവയിൽ നിന്നും ഡെപ്പോസിറ്റോ ലോണോ സ്വീകരിക്കുന്നതിന് ഈ റെസ്ട്രിക്ഷൻ ബാധകമല്ല. ഡെപ്പോസിറ്റ്, ലോൺ അല്ലെങ്കിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ കച്ചവടവുമായി ബന്ധപ്പെട്ട തുക നേരത്തെ കിട്ടിയത് കൊടുക്കാൻ പെൻഡിങ് ഉണ്ടെങ്കിൽ ആ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് കൂടി ഈ 20,000 എന്നുള്ള ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി PACS, അതുപോലെ പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്, ഈ 2 കാറ്റഗറിയിൽ വരുന്ന സഹകരണ സംഘങ്ങൾക്ക് അവരുടെ മെമ്പർമാരിൽ നിന്നും ഡെപ്പോസിറ്റ് സ്വീകരിക്കുമ്പോൾ 20,000 എന്നുള്ള ലിമിറ്റിന് പകരം 2 lakhs വരെ പെർമിറ്റഡ് ആണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സെക്ഷൻ വയലേറ്റ് ചെയ്തു കഴിഞ്ഞാൽ വരുന്ന പെനാൽറ്റി വളരെ വലുതാണ്. സെക്ഷൻ 269SS വയലേറ്റ് ചെയ്ത് ക്യാഷ് ആയിട്ട് 20,000 രൂപയ്ക്ക് മുകളിൽ ഇത്തരത്തിലുള്ള എമൗണ്ട് വാങ്ങിയാൽ ഈ വാങ്ങിയ തുക മുഴുവൻ പെനാൽറ്റിയായി അടക്കണം എന്നാണ് സെക്ഷൻ 271D പറയുന്നത്. ഉദാഹരണത്തിന്, ഞാൻ എൻ്റെ കൂട്ടുകാരിൽ നിന്നും 3 ലക്ഷം രൂപ ലോണായിട്ട് വാങ്ങിയെന്ന് വിചാരിക്കുക. ഈ വാങ്ങിയത് ക്യാഷ് ആയിട്ടാണെങ്കിൽ ഈ 3 ലക്ഷം രൂപ മുഴുവൻ ഞാൻ പെനാൽറ്റി ആയിട്ട് അടയ്ക്കേണ്ടി വരും. ഡെപ്പോസിറ്റ്, ലോൺ, ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ സെയിലുമായി ബന്ധപ്പെട്ട തുക ഇത് സ്വീകരിച്ചത് തിരികെ നൽകുമ്പോൾ 20,000 രൂപയോ അതിൽ കൂടുതലോ ആണെങ്കിൽ ക്യാഷ് ആയിട്ട് നൽകുവാൻ പാടില്ല എന്നുള്ളതാണ് സെക്ഷൻ 269T റെസ്ട്രിക്ഷൻ. ഈ റെസ്ട്രിക്ഷൻ വയലേറ്റ് ചെയ്ത് 20,000 രൂപയ്ക്ക് മുകളിൽ ക്യാഷ് ആയിട്ട് ഡെപ്പോസിറ്റോ ലോണോ മറ്റു തുകയോ റീപേ ചെയ്താൽ ആ മുഴുവൻ തുക ഈ കൊടുക്കുന്ന ആൾ പെനാൽറ്റി ആയിട്ട് അടയ്ക്കേണ്ടി വരും. സെക്ഷൻ 271E ഈ പെനാൽറ്റിയെ പറ്റി പറയുന്നത്. ഈ 20,000 രൂപയുടെ ക്യാഷ് ലിമിറ്റ് കണക്കാക്കുമ്പോൾ ആ തിരികെ നൽകുന്ന ഡെപ്പോസിറ്റ്, അതിലുള്ള ഇൻട്രസ്റ്റ്, ഇനി തിരികെ നൽകാനായി പെൻഡിങ് ഉള്ള ഡെപ്പോസിറ്റ്, അതിന് നൽകാനായി പെൻഡിങ് ഉള്ള ഇൻട്രസ്റ്റ്, ഇവ എല്ലാം കണക്കാക്കുന്നതാണ്. സെക്ഷൻ 269SS പറഞ്ഞതുപോലെ ബാങ്കിൽ നിന്നോ പോസ്റ്റ് ഓഫീസിൽ നിന്നോ കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നോ ഗവൺമെൻറ്റിൽ നിന്നോ ഗവൺമെൻറ് സ്ഥാപിച്ചിട്ടുള്ള കോർപ്പറേഷൻസുകളിൽ നിന്നോ അതുപോലെ സ്പെസിഫൈ ചെയ്തിട്ടുള്ള മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നോ സ്വീകരിച്ച ഡെപ്പോസിറ്റോ ലോണോ അല്ലെങ്കിൽ മറ്റ് തുകയോ തിരികെ നൽകുന്നതിൽ ഈ സെക്ഷൻ ബാധകമല്ല. ഡെപ്പോസിറ്റ്, ലോൺ, ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ സെയിലുമായി ബന്ധപ്പെട്ട തുക ഇവ സ്വീകരിക്കുമ്പോൾ 20,000 രൂപയോ അതിൽ കൂടുതലോ ആണെങ്കിൽ ക്യാഷ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് 269SS എന്ന സെക്ഷനിൽ പറയുന്നത് നമ്മൾ മനസ്സിലാക്കി. ഈ 3 നേച്ചറിലുള്ള ട്രാൻസാക്ഷൻസ് അല്ലാതെ മറ്റ് ട്രാൻസാക്ഷൻസിൽ ക്യാഷ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നതിനുള്ള ലിമിറ്റ് പറയുന്ന സെക്ഷനാണ് 269ST. 2 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ ആണെങ്കിൽ ക്യാഷ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് സെക്ഷൻ 269ST റെസ്ട്രിക്ഷൻ. സെക്ഷൻ 269ST എപ്പോഴൊക്കെയാണ് ബാധകമാവുന്നത് എന്ന് നോക്കാം. ഒന്നാമതായി, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിൽ നിന്നും ഒരു ദിവസം അക്സെപ്റ്റ് ചെയ്യുന്ന തുക 2 ലക്ഷമോ അതിൽ കൂടുതലോ ആണെങ്കിൽ ക്യാഷ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിൽ നിന്നും ഒരു ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് പലപ്പോഴായി സ്വീകരിക്കുന്ന തുക.
ഉദാഹരണത്തിന് ഞാൻ മറ്റൊരു വ്യക്തിക്ക് ഒരു മെഷീനറി വിറ്റു എന്ന് വിചാരിക്കുക. ഒരു 3 ലക്ഷം രൂപയുടെ മെഷീനറി വിറ്റു. ഒരു ട്രാൻസാക്ഷൻ ആണ്. ഇതുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ ദിവസം അദ്ദേഹം എനിക്ക് 50,000 രൂപ ക്യാഷ് ആയിട്ട് തന്നു. രണ്ടാമത്തെ ദിവസം 50,000 രൂപ ക്യാഷ് ആയിട്ട് തന്നു. ഇങ്ങനെ പലപ്പോഴായി ക്യാഷ് ആയിട്ട് തന്നാലും ഇതെല്ലാം ആ ഒരു ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടതായതിനാൽ 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഞാൻ ക്യാഷ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. ഇനി മൂന്നാമത്തെ സിറ്റുവേഷൻ നോക്കാം. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിൽ നിന്നും ഒരു ഇവന്റുമായോ അല്ലെങ്കിൽ ഒക്കേഷനുമായോ ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന തുക. ഉദാഹരണത്തിന് ഒരു ഒക്കേഷൻ, കല്യാണമോ അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങോ അങ്ങനത്തെ ഒരു ഇവന്റ്, അതിൻ്റെ കാറ്ററിംഗ് സർവീസ്, അതൊരു ട്രാൻസാക്ഷനാണ്. അതുപോലെ അവിടുത്തെ ഡെക്കറേഷൻ, അത് മറ്റൊരു ട്രാൻസാക്ഷനാണ്. ഇനി കാറ്ററിങ്ങിന് 1.5 ലക്ഷം രൂപയും ഡെക്കറേഷന് 1 ലക്ഷം രൂപയും ആണെങ്കിൽ, ഇത് 2 ട്രാൻസാക്ഷൻ ആണെങ്കിൽ കൂടി ഇത് രണ്ടും ചെയ്യുന്നത് ഞാനാണെങ്കിൽ എനിക്ക് ഇതിനു വേണ്ടി തരുന്ന തുക 2.5 ലക്ഷം ആയതിനാൽ ഞാൻ ക്യാഷ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. സെക്ഷൻ 269 വയലേറ്റ് ചെയ്ത് 2 ലക്ഷം രൂപയിൽ കൂടുതൽ ഞാൻ ക്യാഷ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്താൽ സെക്ഷൻ 271 പ്രകാരം ആ തുക മുഴുവൻ ഞാൻ പെനാൽറ്റി ആയിട്ട് അടക്കേണ്ടി വരും. ഒരു വ്യക്തി ഒരു വർഷത്തിൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും 1 കോടി രൂപയ്ക്ക് മുകളിൽ വിഡ്രോ ചെയ്താൽ സെക്ഷൻ 194 പ്രകാരം TDS ബാധകമാകും. 1 കോടി രൂപയ്ക്ക് മുകളിൽ വിഡ്രോ ചെയ്ത എമൗണ്ടിൻ്റെ 2% TDS. ബാങ്ക്, പോസ്റ്റ് ഓഫീസ്, ബാങ്കിങ് ബിസിനസ് ചെയ്യുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റികൾ, ഇവരാണ് ഈ TDS പിടിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ളത്. ഈ ക്യാഷ് വിഡ്രോ ചെയ്യുന്ന സ്ഥാപനം അല്ലെങ്കിൽ വ്യക്തി തൊട്ടു മുന്നത്തെ 3 വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല എങ്കിൽ, ഒരു നോൺ ഫയലർ ആണെങ്കിൽ, ഈ 1 കോടി രൂപ എന്നുള്ള ലിമിറ്റിന് പകരം 20 lakhs ആണ് ലിമിറ്റ്. അതായത് 20 ലക്ഷത്തിന് മുകളിലായാൽ തന്നെ TDS ബാധകമാവും. അങ്ങനെയുള്ള ഒരു കേസിൽ 20 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ 2%, 1 കോടി രൂപയ്ക്ക് മുകളിലുള്ള എമൗണ്ടിന് 5% TDS പിടിക്കണം. ക്യാഷ് വിഡ്രോ ചെയ്യുന്ന സ്ഥാപനം ഒരു സഹകരണ സംഘം, കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ 1 കോടി രൂപ എന്നുള്ള ലിമിറ്റിന് പകരം 3 കോടി രൂപയാണ് ലിമിറ്റ്. ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി തൊട്ടു മുന്നത്തെ 3 വർഷത്തേക്ക് റിട്ടേൺസ് ഫയൽ ചെയ്തിട്ടില്ല എങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ 20 lakhs ആവുമ്പോൾ തന്നെ ഈ TDS ബാധകമാവും. അപ്പോൾ 20 lakhs മുതൽ 3 കോടി രൂപ വരെ 2%, 3 കോടി രൂപയ്ക്ക് മുകളിലുള്ള എമൗണ്ടിന് 5% TDS പിടിക്കണം. ഈ TDS ആയിട്ട് പിടിക്കുന്ന എമൗണ്ട് നഷ്ടപ്പെടുന്നില്ല. അത് ആ വ്യക്തിയുടെ പാൻ നമ്പറിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ്. എന്നാൽ ഓരോ വിഡ്രോവലിലും ഈ എമൗണ്ട് ഇങ്ങനെ കട്ടായി പോകുന്നത് ക്യാഷ് ഫ്ലോയിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ക്യാഷ് ട്രാൻസാക്ഷന് സെക്ഷൻ 194 റെസ്ട്രിക്ഷൻ ഇതാണ്. സെക്ഷൻ 10 സബ്സെക്ഷൻ 23C പ്രകാരം ഒരുപാട് സ്ഥാപനങ്ങളുടെ ഇൻകത്തിന് എക്സംഷൻ നൽകിയിട്ടുണ്ട്. വിവിധയിനം ഫണ്ടുകൾ, യൂണിവേഴ്സിറ്റികൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ട്രസ്റ്റുകൾ അടക്കം ഏതെല്ലാം സ്ഥാപനങ്ങൾക്കാണ് ഈ എക്സംഷൻ ഉള്ളത് എന്ന് സെക്ഷൻ 10 സബ്സെക്ഷൻ 23C തന്നെ പറയുന്നുണ്ട്. ഈ എക്സംഷൻ കിട്ടുവാൻ വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ ഇതാണ്: ഈ സ്ഥാപനങ്ങൾ അവയ്ക്ക് കിട്ടിയ വരുമാനം അവയുടെ ഒബ്ജക്റ്റീവ്സിന് വേണ്ടി ചിലവഴിച്ചിരിക്കണം. ഇനി ഇങ്ങനെ ചെലവഴിക്കുമ്പോൾ 10,000 രൂപയിൽ കൂടുതലുള്ള തുക ക്യാഷ് പേയ്മെൻ്റ് ആയിട്ടാണ് ചെയ്തതെങ്കിൽ ആ എമൗണ്ടിന് ഈ ഒരു എക്സംഷൻ ലഭിക്കുന്നതല്ല. ചാരിറ്റബിൾ അല്ലെങ്കിൽ റിലീജിയസ് ട്രസ്റ്റുകൾക്ക് കിട്ടുന്ന ഡൊണേഷൻ അടക്കമുള്ള വരുമാനത്തിന് എക്സംഷൻ നൽകുന്ന സെക്ഷനാണ് സെക്ഷൻ 11. ഈ എക്സംഷൻ കിട്ടുവാൻ വേണ്ടി വളരെയധികം കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതുണ്ട്. ഈ എക്സംഷൻ കിട്ടുവാൻ വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഒരു കണ്ടീഷനാണ് ഈ കിട്ടിയ തുക ആ ഒരു ട്രസ്റ്റിൻ്റെ ഒബ്ജക്റ്റീവ്സിന് വേണ്ടി ചിലവഴിച്ചിരിക്കണം എന്നുള്ളത്. 10,000 രൂപയിൽ കൂടുതലുള്ള തുക ക്യാഷ് പേയ്മെൻ്റ് ആയിട്ട് ചെയ്താൽ അത് ഈ ട്രസ്റ്റിൻ്റെ ഒബ്ജക്റ്റീവ്സിന് വേണ്ടി ചിലവഴിച്ച തുകയായി കണക്കാക്കില്ല. അത്രയും എമൗണ്ടിന് ടാക്സിൻ്റെ എക്സംഷൻ നഷ്ടപ്പെടും. സെക്ഷൻ 13A പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ
ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് അവരുടെ വരുമാനത്തിന് ടാക്സ് അടയ്ക്കേണ്ടി വരുന്നില്ല. അതിലെ ഒരു കണ്ടീഷൻ ഇതാണ്: 2000 രൂപയിൽ കൂടുതലുള്ള ഒരു തുക ക്യാഷ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു എക്സംഷൻ നഷ്ടപ്പെടും. ലാൻഡ്, ബിൽഡിംഗ് തുടങ്ങിയ വസ്തുവകകൾ വിൽക്കുമ്പോൾ ഈ വിൽക്കുന്ന തുക സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂവിനേക്കാൾ ഒരു നിശ്ചിത ശതമാനത്തിൽ കുറവാണെങ്കിൽ ഈ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ആയിരിക്കും ഇൻകം ടാക്സ് കാൽക്കുലേഷൻസിന് വേണ്ടി വിറ്റ വിലയായി കണക്കാക്കുന്നത്. ഇനി സാധാരണയായി ഒരു വസ്തു വിൽക്കാൻ എഗ്രിമെന്റിൽ ഏർപ്പെടുന്ന ദിവസവും ഈ വസ്തു രജിസ്റ്റർ ചെയ്യുന്ന ദിവസവും രണ്ടായിരിക്കും. ഇനി ഈ 2 ദിവസത്തിന്റെയും ഇടയിൽ വെച്ച് ഗവൺമെന്റ് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ പുതുക്കിയെന്ന് വിചാരിക്കുക. സാധാരണയായി പുതുക്കുമ്പോൾ ഇത് കൂടുകയാണ് പതിവ്. അപ്പോൾ ഇതിൽ ഏത് ദിവസത്തെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ആയിരിക്കും ഈ കാൽക്കുലേഷൻസിലേക്ക് എടുക്കുക? ഈ വിൽക്കുന്ന പ്രോപ്പർട്ടി ഈ വിൽക്കുന്നയാളുടെ ഫിക്സഡ് അസറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ ഇത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളത് സെക്ഷൻ 50C പറയുന്നത്. സെക്ഷൻ 50C പ്രകാരം രജിസ്റ്റർ ചെയ്ത ദിവസത്തെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂവിന് പകരം എഗ്രിമെന്റിൽ ഏർപ്പെട്ട ദിവസത്തെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഈ വിറ്റ വിലയായി കണക്കാക്കാവുന്നതാണ്. അതിനൊരു കണ്ടീഷനുണ്ട്: ഈ എഗ്രിമെന്റ് ചെയ്ത ദിവസത്തിന് മുൻപായി കുറച്ച് എമൗണ്ട് അല്ലെങ്കിൽ മുഴുവൻ എമൗണ്ട് ഈ വിറ്റ വ്യക്തിക്ക് കിട്ടിയിരിക്കണം. ഇവിടെയാണ് ക്യാഷിനുള്ള റെസ്ട്രിക്ഷൻ വരുന്നത്. ഈ എഗ്രിമെന്റ് ഡേറ്റിന്റെ സമയത്ത് കിട്ടി എന്ന് പറയുന്ന എമൗണ്ട് ക്യാഷ് ആയിട്ടാവാൻ പാടില്ല. അപ്പോൾ അത് ക്യാഷ് ആയിട്ടാണെങ്കിൽ ഈ എഗ്രിമെന്റ് ഡേറ്റിലെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എടുക്കാം എന്ന് പറയുന്ന ബെനിഫിറ്റ് നഷ്ടപ്പെടും. ലാൻഡ്, ബിൽഡിംഗ് തുടങ്ങിയ പ്രോപ്പർട്ടികൾ വാങ്ങി വിൽക്കുന്ന ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടി ആ വ്യക്തിയുടെ ക്യാപിറ്റൽ അസറ്റ് ആണ് എന്ന് പറയാൻ സാധിക്കില്ല. അത് വാങ്ങി വിൽക്കുവാൻ വേണ്ടി കയ്യിൽ വെച്ചിരിക്കുന്ന ഒരു സ്റ്റോക്ക് ഐറ്റം പോലെയാണ്. ഈ വിൽക്കുന്ന തുക സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂവിനേക്കാൾ ഒരു നിശ്ചിത ശതമാനത്തിൽ കുറവാണെങ്കിൽ ഈ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ആയിരിക്കും ഇൻകം ടാക്സ് കാൽക്കുലേഷൻസിന് വേണ്ടി വിറ്റ വിലയായി കണക്കാക്കുന്നത്. ഇനി സാധാരണയായി ഒരു വസ്തു വിൽക്കാൻ എഗ്രിമെന്റിൽ ഏർപ്പെടുന്ന ദിവസവും ഈ വസ്തു രജിസ്റ്റർ ചെയ്യുന്ന ദിവസവും രണ്ടായിരിക്കും. ഇനി ഈ 2 ദിവസത്തിന്റെയും ഇടയിൽ വെച്ച് ഗവൺമെന്റ് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ പുതുക്കിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൽ ഏത് ദിവസത്തെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ആയിരിക്കും ഈ കാൽക്കുലേഷൻസിലേക്ക് എടുക്കുക? ഈ വിറ്റ പ്രോപ്പർട്ടി ക്യാപിറ്റൽ അസറ്റ് അല്ല എങ്കിൽ സെക്ഷൻ 43CA ആണ് ബാധകം. സെക്ഷൻ 43CA പ്രകാരം എഗ്രിമെന്റ് ചെയ്ത ദിവസത്തെ വില അതിന്റെ വിറ്റ വിലയായി കണക്കാക്കാൻ സാധിക്കും. എന്നാൽ അതിന് സാറ്റിസ്ഫൈ ചെയ്യേണ്ട ഒരു കണ്ടീഷൻ ഇതാണ്: ഈ എഗ്രിമെന്റ് ചെയ്ത ദിവസത്തിന് മുൻപായി ഒരു അഡ്വാൻസോ അല്ലെങ്കിൽ മുഴുവൻ എമൗണ്ടോ ഈ വിറ്റ വ്യക്തിക്ക് കിട്ടിയിരിക്കണം. ഇവിടെയാണ് ക്യാഷിനുള്ള റെസ്ട്രിക്ഷനും വരുന്നത്. ഈ കിട്ടി എന്ന് പറയുന്ന എമൗണ്ട് ക്യാഷ് ആവാൻ പാടില്ല. അതായത് എഗ്രിമെന്റ് ദിവസത്തിന് ശേഷം ഗവൺമെന്റ് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ പുതുക്കി അത് ഉയർന്നു എന്ന് വിചാരിക്കുക. എന്നിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ദിവസം ഉയർന്ന വിലയാണെങ്കിൽ നമുക്ക് എഗ്രിമെന്റ് ദിവസത്തെ വില എടുക്കാനുള്ള അവസരം ഈ എമൗണ്ട് കൊടുത്തത് ക്യാഷ് ആയിട്ടാണെങ്കിൽ നഷ്ടപ്പെടും. ഒരു വ്യക്തി ലാൻഡ്, ബിൽഡിംഗ് പോലെയുള്ള ഒരു പ്രോപ്പർട്ടി വിൽക്കുമ്പോൾ ആ വിൽപ്പനയിൽ നിന്നുള്ള ലാഭത്തിന് ഇൻകം ടാക്സ് അടക്കണം. അപ്പോൾ ആ ലാഭം കണക്കാക്കാൻ വേണ്ടി ആ വിറ്റ വില അറിയണം. ഇനി ആ വിറ്റ വില സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂവിനേക്കാൾ കുറവാണെങ്കിൽ വിറ്റ വിലയായി സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ കണക്കാക്കും. ഇനി വസ്തു വിൽക്കുവാൻ വേണ്ടി എഗ്രിമെന്റ് ചെയ്ത ദിവസത്തെയും ഇത് രജിസ്റ്റർ ചെയ്ത ദിവസത്തെയും സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ വ്യത്യാസമാണെങ്കിൽ, അതായത് ഇതിനിടയിൽ ഗവൺമെന്റ് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ പുതുക്കി കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏത് വാല്യൂ ആണ് എടുക്കേണ്ടത് എന്നുള്ളത് സെക്ഷൻ 50C സെക്ഷൻ 43CA പറയുന്നത് നമ്മൾ മറ്റ് 2 വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ആ പ്രോപ്പർട്ടി വിറ്റ വ്യക്തിയുടെ ഇൻകം കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ആ 2 സെക്ഷനും. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇത്തരം ഒരു സിറ്റുവേഷനിൽ ഈ പ്രോപ്പർട്ടി വാങ്ങിയ വ്യക്തിയുടെ വരുമാനം കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ട് സെക്ഷൻ 56 സബ്സെക്ഷൻ 2 ക്ലോസ് 10 പറയുന്ന കുറച്ച് കണ്ടീഷൻസിനെ കുറിച്ചാണ്. സെക്ഷൻ 56 സബ്സെക്ഷൻ 2 ക്ലോസ് 10 സബ് ക്ലോസ് B പ്രകാരം ഒരു വ്യക്തി വാങ്ങിയ പ്രോപ്പർട്ടിയുടെ വില സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂവിനേക്കാൾ കുറവാണെങ്കിൽ
അത് തമ്മിലുള്ള ഡിഫറൻസ് അദ്ദേഹത്തിൻ്റെ വരുമാനമായി കണക്കാക്കണം. ഉദാഹരണത്തിന് ഞാനൊരു 10 ലക്ഷം രൂപയ്ക്ക് ഒരു ലാൻഡ് വാങ്ങിയെന്ന് വിചാരിക്കുക. അതിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ 15 ലക്ഷമാണെന്ന് വിചാരിക്കുക. ഇത്തരം ഒരു സന്ദർഭത്തിൽ വിറ്റ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 15 ലക്ഷം രൂപയാണ് ആ വിറ്റ വിലയായി കണക്കാക്കേണ്ടത്. അദ്ദേഹം അതിനനുസരിച്ചുള്ള ലാഭത്തിന് ടാക്സ് അടക്കേണ്ടി വരും. ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സെക്ഷൻ 56 പ്രകാരം ഈ 15 ലക്ഷം രൂപയിൽ നിന്ന് ഞാൻ കൊടുത്ത 10 ലക്ഷം രൂപ കുറച്ച് ബാക്കിയുള്ള 5 ലക്ഷം രൂപ എൻ്റെ വരുമാനമായി കണക്കാക്കണം. ഈ വസ്തു വാങ്ങുവാൻ വേണ്ടി എഗ്രിമെൻ്റ് ചെയ്ത ദിവസത്തെയും ഇത് രജിസ്റ്റർ ചെയ്ത ദിവസത്തെയും സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ വ്യത്യാസമാണെങ്കിൽ എഗ്രിമെൻ്റ് ചെയ്ത ദിവസത്തെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എടുക്കാവുന്നതാണ്. പക്ഷേ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ഈ എഗ്രിമെൻ്റ് ചെയ്ത ദിവസത്തിന് മുൻപായി ഞാൻ ഒരു അഡ്വാൻസോ അല്ലെങ്കിൽ മുഴുവൻ തുകയോ ഈ സെല്ലർക്ക് നൽകിയിരിക്കണം. ഇവിടെയാണ് ക്യാഷ് ട്രാൻസാക്ഷനുള്ള റെസ്ട്രിക്ഷൻ വരുന്നത്. ഞാൻ ഈ കൊടുത്തു എന്ന് പറയുന്ന തുക ക്യാഷ് ആയിട്ടാണെങ്കിൽ എനിക്ക് ഈ ബെനിഫിറ്റ് നഷ്ടപ്പെടും. ഞാൻ നിർബന്ധമായും ഇത് രജിസ്റ്റർ ചെയ്ത ദിവസത്തെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഈ കാൽക്കുലേഷൻസിന് വേണ്ടി എടുക്കേണ്ടി വരും. എ എന്നൊരു വ്യക്തി ബി എന്നൊരു വ്യക്തിക്ക് ഒരു പേയ്മെന്റ് കൊടുക്കുന്നു. ബി തിരികെ ഒരു ഡോക്യുമെന്റ് എക്ക് നൽകുന്നു. ഈ ഡോക്യുമെന്റുമായി എ സിയുടെ അടുത്ത് ചെന്നാൽ സി ഈ ഡോക്യുമെന്റിന് പകരം എക്കുള്ള പേയ്മെന്റ് നൽകുന്നു. അതായത് എ ഒരു സ്ഥലത്ത് പേയ്മെന്റ് നൽകുന്നു, ആ പേയ്മെന്റ് മറ്റൊരു സ്ഥലത്ത് നിന്നും കിട്ടുന്നു. ഈ ട്രാൻസാക്ഷനെയാണ് ഹണ്ടി എന്ന് പറയുന്നത്. HUNDI. പണ്ട് കാലങ്ങളിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു മെത്തേഡാണിത്. ഈ ഒരു ട്രാൻസാക്ഷൻ പല രീതിയിലാകാം. ഒരു പക്ഷേ ബി ഒരു സെല്ലർ ആകാം, അദ്ദേഹത്തിൽ നിന്നും സാധനങ്ങൾ വാങ്ങിയ ഒരു കസ്റ്റമർ ആയിരിക്കും സി. ഈ സിയുടെ അടുത്ത് നിന്ന് പേയ്മെന്റ് പിന്നീടായിരിക്കും ബിക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു ബിൽ ഡിസ്കൗണ്ടിങ് പോലെ ആദ്യമേ എ ബിക്ക് പേയ്മെന്റ് നൽകുന്നു, എന്നിട്ട് ഈ ഹണ്ടി വാങ്ങിക്കുന്നു. ഇതുമായി സിയുടെ അടുത്ത് നിന്നും ചിലപ്പോൾ ഒരു മാസത്തിന് ശേഷമാകാം ഈ പേയ്മെന്റ് കളക്ട് ചെയ്യുന്നു. ഇതിൽ ക്യാഷിനുള്ള റെസ്ട്രിക്ഷൻ എന്താണെന്ന് നോക്കാം. ഈ ട്രാൻസാക്ഷനിൽ പേയ്മെന്റ് നടത്തുമ്പോൾ അല്ലെങ്കിൽ പേയ്മെന്റ് സ്വീകരിക്കുമ്പോൾ ക്യാഷ് ആയിട്ട് പാടില്ല. സെക്ഷൻ 69D പ്രകാരം ഈ പേയ്മെന്റ് അല്ലെങ്കിൽ റെസിപ്റ്റ് ക്യാഷ് ആയിട്ടാണെങ്കിൽ അത് ആ വ്യക്തിയുടെ വരുമാനമായി കണക്കാക്കി അതിന് ടാക്സ് അടക്കേണ്ടി വരും. അതായത് ഞാൻ ഈ പേയ്മെന്റ് കൊടുക്കുമ്പോൾ ക്യാഷ് ആയിട്ട് കൊടുത്താൽ അത് എൻ്റെ വരുമാനമായിട്ട് കണക്കാക്കും. അതുപോലെ ഞാൻ ഈ എമൗണ്ട് സ്വീകരിക്കുമ്പോൾ ക്യാഷ് ആയിട്ട് സ്വീകരിച്ചാൽ ആ മുഴുവൻ എമൗണ്ടും എൻ്റെ വരുമാനമായിട്ട് കണക്കാക്കി ഞാൻ ടാക്സ് അടക്കേണ്ടി വരും. 1991 ഇഷ്യൂ ചെയ്ത സ്പെഷ്യൽ ബെയറർ ബോൺസ് അതിൻ്റെ കാലാവധി കഴിഞ്ഞ് പൈസ തിരികെ നൽകുമ്പോൾ ക്യാഷ് ആയിട്ട് നൽകാൻ പാടില്ല എന്നുള്ളതാണ് സെക്ഷൻ 269TTയിലുള്ളത്. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ അടക്കമുള്ള ക്യാഷ് ഇടപാടുകളുടെ ഡീറ്റെയിൽസ് സെക്ഷൻ 285BA പ്രകാരം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് സബ്മിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സ്പെസിഫൈഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ SFT എന്നാണ് ഇത്തരം ട്രാൻസാക്ഷൻസിനെ പറയുന്നത്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു വ്യക്തി ഒരു ബാങ്ക് അക്കൗണ്ടിൽ ഒരു വർഷത്തിൽ 50 ലക്ഷം രൂപയിൽ കൂടുതൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുകയോ ക്യാഷ് വിഡ്രോ ചെയ്യുകയോ ചെയ്താൽ അത് റിപ്പോർട്ട് ചെയ്യും. രണ്ടാമതായി, ഒരു വ്യക്തി 10 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒരു വർഷത്തിൽ നടത്തിയാൽ അതും ഒരു സ്പെസിഫൈഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആയി റിപ്പോർട്ട് ചെയ്യും. ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, 10 ലക്ഷം രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്നുള്ളത് ക്യാഷ് ആയിട്ടായാലും ക്യാഷ് അല്ലാതെ ട്രാൻസ്ഫർ വഴി ആയാലും റിപ്പോർട്ട് ചെയ്യപ്പെടും. മൂന്നാമതായി, കറന്റ് അക്കൗണ്ടും ഫിക്സഡ് ഡെപ്പോസിറ്റും അല്ലാതെയുള്ള മറ്റ് അക്കൗണ്ടുകൾ, ഉദാഹരണത്തിന് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ 10 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ഡെപ്പോസിറ്റ് ക്യാഷായി ഒരു വർഷത്തിൽ ചെയ്താൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെടും. നാലാമതായി, RBI ഇഷ്യൂ ചെയ്തിട്ടുള്ള പ്രീപെയ്ഡ് ഇൻസ്ട്രുമെന്റ്സ് ബാങ്കിൽ നിന്നും വാങ്ങുവാൻ വേണ്ടി 10 ലക്ഷം രൂപയിൽ കൂടുതൽ ക്യാഷ് ആയിട്ട് നൽകിയാൽ അതും റിപ്പോർട്ട് ചെയ്യപ്പെടും. അഞ്ചാമതായി, DD അല്ലെങ്കിൽ ബാങ്കേഴ്സ് ചെക്ക്
ഒരു ബാങ്കിൽ നിന്നും 10 ലക്ഷം രൂപയിൽ കൂടുതൽ ക്യാഷ് കൊടുത്ത് വാങ്ങിയാൽ അതും റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട ഒരു ട്രാൻസാക്ഷനാണ്. ആറാമതായി 2 ലക്ഷം രൂപയിൽ കൂടുതൽ ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് ഞാൻ ക്യാഷ് ആയിട്ട് വാങ്ങിയാൽ അതും റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട ഒരു ട്രാൻസാക്ഷനാണ്. ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് 2 ലക്ഷം രൂപയിൽ കൂടുതൽ ക്യാഷ് ആയിട്ട് വാങ്ങി എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യേണ്ടത് ബാങ്കുകൾ മാത്രമല്ല, ഇൻകം ടാക്സിലെ സെക്ഷൻ 44AB പ്രകാരം ഓഡിറ്റ് നിർബന്ധമായ എല്ലാ സ്ഥാപനങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ടോ എന്നുള്ളത് അത്തരം സ്ഥാപനങ്ങളുടെ ഓഡിറ്റ് റിപ്പോർട്ടിലും പ്രതിഫലിക്കുന്നതാണ്. 2 ലക്ഷം രൂപ ക്യാഷ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടി എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ ആ തുക മുഴുവൻ നിങ്ങൾ പെനാൽറ്റി ആയിട്ട് അടയ്ക്കേണ്ടി വരും. ക്യാഷ് മുഖേനയുള്ള ട്രാൻസാക്ഷൻസിന് ഇൻകം ടാക്സ് ആക്ടിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ മറ്റ് ഏതെല്ലാം മെത്തേഡുകളാണ് പെർമിറ്റഡ് ആയിട്ടുള്ളത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. 1. അക്കൗണ്ട് പേയ് ചെക്ക്. ശ്രദ്ധിക്കുക, ചെക്ക് അക്കൗണ്ട് പേയ് തന്നെ ആയിരിക്കണം, ക്യാഷ് ചെക്ക് പറ്റില്ല. 2. അക്കൗണ്ട് പേയ് ഡിമാൻഡ് ഡ്രാഫ്റ്റ്. 3. ക്രെഡിറ്റ് കാർഡ്. 4. ഡെബിറ്റ് കാർഡ്. 5. ഓൺലൈൻ ബാങ്കിങ്. 6. നെഫ്റ്റ്. 7. RTGS. 8. IMPS. 9. ഭീം ആധാർ പേ. 10. UPI പേയ്മെൻറ്റ്സ്. 11. മറ്റ് ഇലക്ട്രോണിക് ബാങ്കിങ് ട്രാൻസാക്ഷൻസ്. ക്യാഷ് അല്ലാതെയുള്ള ട്രാൻസാക്ഷൻ എന്ന് ഇൻകം ടാക്സ് ആക്ടിൽ പറയുമ്പോൾ ഈ 11 മെത്തേഡുകളാണ് ഉദ്ദേശിക്കുന്നത്. ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയോ അല്ലാതെയോ ക്യാഷ് ട്രാൻസാക്ഷൻസിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ എല്ലാ റെസ്ട്രിക്ഷൻസും മനസ്സിൽ വെക്കുക. എല്ലാവരും ക്യാഷ് ഇതര ട്രാൻസാക്ഷൻ മെത്തേഡുകൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങൾ കമൻ്റായിട്ട് പോസ്റ്റ് ചെയ്യുക.